ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മള് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. പുത്തൂരിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. മമ്മിയുടെ കൂടെ ഡ്രൈവിംഗ് പഠിച്ച ചേച്ചിയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാവരും ആയിട്ടൊരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും കൂടി പോവുകയാണ്. മമ്മിക്ക് ഈ വഴിയൊന്നും പരിചയമില്ല, ഞങ്ങൾക്കും പരിചയമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഈ ചേച്ചിയുടെ ചേട്ടന്മാർക്കാണ് എന്നുവെച്ചാ മകന് ആണ് 2 കുട്ടികള്, അവരാണ് വഴിയറിയ. പിന്നെ നമ്മൾ അവിടെ ബേബി ഡാൻസ് റീൽ എടുത്ത ആ പുഴയുടെ അറ്റാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത്തിരി നേരം കാലൊക്കെ ഇട്ടു. അതില് ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം അതിൽ അട്ട ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. കാലിടാമെന്ന് മമ്മി പറഞ്ഞു, പക്ഷെ കാലിടാനൊന്നും പറ്റില്ല. അട്ട വന്ന് കാലിമ്മ കടിക്കും. മാത്രല്ല ഭയങ്കര ഒഴുക്കുള്ള വെള്ളയിൽ ഒഴുകി ഇങ്ങനെ പോകും. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് പോവാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് അവസാനിക്കട്ടോ. പിന്നെ ഈ പുഴയിലാണ്, ഈ കായലിലാണ് ഇനി ബോട്ട് പോവാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പുഴ തീരെ. ഇവിടെ നിന്ന് പുഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ വെള്ളം വറ്റി ഇവിടം വരെയായി, പുഴ ഇവിടം വരെയായി. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാട് പോലെയാണ്, സൈഡിലുമൊക്കെ ആയിട്ട് ഭയങ്കര കാട് പോലെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം ആട്ടുപാലം എന്ന് നമ്മൾ പറയും. ആട്ടുപാലത്ത് ഇറങ്ങി കുളിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നതാണ്. പക്ഷെ പൊട്ട വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്, കാരണം ഭയങ്കര എല്ലയൊക്കെ വന്ന് ഭയങ്കര ഡിസീസസ് അതിൽ ചേർന്നിട്ടുണ്ട്, ജേംസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിൽ ഇറങ്ങി കുളിച്ചില്ല. വീഡിയോയിൽ കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള വെള്ളം കാണും, പക്ഷെ ഇല്ല, അതിൽ ഡിസീസസ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാ ഒരു സൈഡിലൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ ഇത്തിരി നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോ എടുത്തു. പിന്നെ അതെ പുഴ ഇവിടെ ഉണ്ട്. ആട്ടുപാലാട്ടോ. ഇവിടെ എല്ലാവരും ട്യൂബ് ഇട്ടിട്ട് ഇറങ്ങി കുളിക്കും, പക്ഷെ ഇത് ചീത്ത വെള്ളമായ കാരണം ഞങ്ങള് ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം ഏദൻ ബഡ് എന്ന് പറയും. ഇത് നമ്മൾ അടിപൊളി പൂക്കളുള്ള സ്ഥലമാണ്. ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ അടിപൊളി പൂക്കളുണ്ട്, ബോഗൻവില്ല, പിന്നെ മൾട്ടി കളറായിട്ടുള്ള ചെടികള്. അതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്, എന്നാലും അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടത്തെ ഒരു കുഞ്ഞ് സപ്പോട്ട ഉണ്ട്, കുഞ്ഞൊരു നാരങ്ങയുണ്ട്, ഇതുണ്ട് കുഞ്ഞൊരു ചക്ക, ഭയങ്കര ക്യൂട്ടൊരു ചക്കാലെ. പിന്നെ അത് മുള്ളാട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് മാങ്ങ ഇങ്ങനെ മുട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടില്ല, കുഞ്ഞു മാങ്ങകള് ഉണ്ട് അവിടെ മുട്ട് വളർന്നുകൊണ്ടിരിക്കണത്. പിന്നെ നടന്നു പോകുമ്പോ നമുക്ക് ഇവിടെ അത്യാവശ്യത്തിന് വലിയൊരു ചക്ക നമുക്ക് കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഈ ഒരു ഇടയ്ക്കോട് ഇതിന്റെ ആ ഒരു സ്പേസിലൂടെ ഞാനിങ്ങനെ നടന്നിങ്ങനെ വരാം കേട്ടോ. ഇതിനിങ്ങനെ തൊട്ട് വരാം. എന്ത് രസാലേ. പിന്നെ ഞാൻ ഈ ഒരു ചെടി മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ മമ്മി പറഞ്ഞു ഇതിലൂടെ ഓടി വരാൻ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഓടി വരാട്ടോ. ആൻഡപ്പനും ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബോഗൻവില്ല. നല്ല ഭംഗിയായിട്ട് ഉള്ളതാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ വേണ്ടി ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ നടന്ന് നമുക്ക് ഫോട്ടോസും എന്താന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഞാനിവിടെ വെച്ചൊരു ഡാൻസ് റീൽ എടുത്ത് ഇത് കാണുന്നവര് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനത് ഇടും. അപ്പൊ എല്ലാവരും അത് കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജില് എല്ലാവരും എന്നെ ഫോളോ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം. പിന്നെ ഇവിടെ ഭയങ്കര സ്പേസ് ആണ്. ഇവിടെ കുറച്ച് ചെടികൾ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു, അത്രയ്ക്ക് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ആൻഡപ്പന്റെ കയ്യിലിരുന്ന സാധനം അവരെന്താന്ന് നോക്കാൻ വേണ്ടി എടുത്തപ്പോ ആൻഡപ്പന്റെ മുഖം ഇങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ, അവിടെയാണ് മൾട്ടി കളർ എടുക്കണേ. ഇത് പിങ്ക് ആണ്,
പിങ്ക് ഫ്ലവേഴ്സ് ആണ്. പിങ്ക് ഫ്ലവേഴ്സ് ലവേഴ്സ് കമന്റ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ആ പിങ്ക് ഫ്ലവേഴ്സിന്റെ അവിടെ നിന്നപ്പം ഭയങ്കര ക്ലാരിറ്റി കിട്ടുന്നത്, മാത്രമല്ല ഭയങ്കര ഭംഗിയുണ്ട്. അപ്പം അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ പണി ചെയ്യണമുണ്ട്, ഓരോ ആൾക്കാർ വണ്ടി ഉന്തിയിട്ട് പണികൾ ചെയ്യാണ്, ചെടികൾ വെച്ച് ഓരോരുത്തർ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ സഹായിക്കാൻ ഒരു ഉണ്ണിയാണ്, ഒരു ഉണ്ണിയുണ്ട്. ഉണ്ണി എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരാളാണ്. ആ ഒരു മോന് ഈ പണികളെല്ലാം ചെയ്യും, ചെടികൾ എടുത്ത് കൊടുക്കണതെല്ലാം. പിന്നെ ഞാൻ ഇവിടെ കല്ല് കണ്ടു, ഫിഷ് ടാങ്കിൽ ഇടുന്ന കല്ല്. അപ്പം ഞാനത് 2-3 പറക്കിയെടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ മൾട്ടി കളർ എന്ന് പറയണത്. യെല്ലോ, പിന്നെ ഒരു യെല്ലോ മിക്സഡ് ഓറഞ്ച്, പിന്നെ വേറൊരു ഓറഞ്ച്, പിങ്ക്, വൈറ്റ്, 5 കളറ് മിക്സഡ് ആണ് മൾട്ടി കളറ്. ഈ ഒരു മൾട്ടി കളറാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കല്ല്. മമ്മി അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഞാൻ ആരും കാണാണ്ട് 2 എടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നടന്നു പോകുമ്പോ മമ്മി പറഞ്ഞു, അത് കണ്ടപ്പോ മമ്മി പറഞ്ഞു അത് അതിൽ ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇട്ടു കേട്ടോ കൂട്ടുകാരെ. അത് കഴിഞ്ഞ് അങ്ങനെ എടുക്കാനൊന്നും പാടില്ല കേട്ടോ, അങ്ങനെ എടുക്കാനൊന്നും പാടില്ല, വെറുതെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നു, കാറ്റൊക്കെ കൊണ്ട്. ഇവിടെ കറക്റ്റ് നെഞ്ചത്തോട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കണം, ഭയങ്കര വെയിലാട്ടോ, കണ്ണൊക്കെ ചിമ്മാണ്, ബ്ലിങ്ക് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഏതൻ ബഡ് ആണ് സ്ഥലം. ഇതാണ് അവരുടെ ബോർഡ്. അലങ്കാര ചെടികൾ, അങ്ങനത്തെ ചെടികളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.